ഇപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പോഴെന്ത് സംഭവിക്കുന്നു? അത് നമ്മുടെ ശരീരത്തിൽ ചൂട് ഉത്പാദിപ്പിക്കുന്നു. തലച്ചോറ് കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ശാന്തി കൊണ്ടുവരുന്നു. ചന്ദ്രപ്രകാശം പോലെ മനസ്സ് നിശ്ചലവും പ്രസന്നവും ശാന്തവും ശുദ്ധവുമാകുന്നു. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ധ്യാനത്തിലിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തണുക്കുന്നു അല്ലേ? മനസ്സ് തണുക്കുന്നു. നിങ്ങൾക്ക് തണുക്കാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സ് തണുക്കാതെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നു. അതോടെ മനസ്സ് നശിക്കാൻ തുടങ്ങുന്നു. തല പെരുക്കുന്നു. പിന്നെ ജ്ഞാനവും സാധനയും രണ്ടും ഒരുമിച്ച്. പിന്നെ വിരക്തി. 3 കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും തണുക്കാൻ. മനസ്സ് തണുത്തു കഴിഞ്ഞാൽ ഊർജ്ജനഷ്ടം കുറയും. ഊർജ്ജനഷ്ടം കുറഞ്ഞാൽ അവിടെ ചിട്ടയുണ്ടാകും. പിന്നെ സന്തോഷവും. ചിട്ടയുണ്ടാകുന്നത് കുറഞ്ഞ ഊർജ്ജനഷ്ടം ഉണ്ടാകുമ്പോഴാണ്. എന്ന് വെച്ചാൽ കാര്യക്ഷമത, അതായത് പ്രസന്നത. മനസ്സ് ശാന്തമാകുന്നു. ശാന്തി നിങ്ങൾക്കുണ്ടാകുന്നു.